ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കേരള സംഗീത നാടക അക്കാദമി 2023 കലാരൂപമായി അംഗീകാരം നൽകിയത് ഏത് കലയ്ക്കാണ്? മിമിക്രി. കേരള സംഗീത നാടക അക്കാദമി 2023 കലാരൂപമായി അംഗീകരിച്ചത് മിമിക്രിയാണ്. 2023 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എം മുകുന്ദൻ. 2023 തകഴി സാഹിത്യ പുരസ്കാരം നേടിയത് എം മുകുന്ദനാണ്. വിമാന അപകടത്തെ തുടർന്ന് ആമസോൺ വനത്തിൽ കുടുങ്ങിപ്പോയ കുട്ടികളെ രക്ഷിക്കാൻ നടത്തിയ ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ ഹോപ്പ്. വിമാന അപകടത്തെ തുടർന്ന് ആമസോൺ വനത്തിൽ കുടുങ്ങിപ്പോയ കുട്ടികളെ രക്ഷിക്കാൻ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ ഹോപ്പ്. ISROയുടെ പോയം 3 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്പേസ് പ്ലാറ്റ്ഫോം. ISROയുടെ പോയം 3 എന്ന് പറയുന്നത് ഒരു സ്പേസ് പ്ലാറ്റ്ഫോമാണ്. ആലപ്പുഴയിൽ നീറ്റിലിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബജറ്റ് ക്രൂയിസ് ബോട്ട് ഏതാണ്? ഇന്ദ്ര. ആലപ്പുഴയിൽ നീറ്റിലിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബജറ്റ് ക്രൂയിസ് ബോട്ടാണ് ഇന്ദ്ര. 2024 ജനുവരിയിൽ അന്തരിച്ച ഇതിഹാസ ഫുട്ബോൾ താരം ബക്കൻ ബോമർ ഏത് രാജ്യക്കാരനായിരുന്നു? ജർമ്മനി. 2024 ജനുവരിയിൽ അന്തരിച്ച ഇതിഹാസ ഫുട്ബോൾ താരമായ ബക്കൻ ബോമർ ജർമ്മനിക്കാരനായിരുന്നു. 2023 ഫിഫ ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പ് നേടിയ ടീം ഏതാണ്? മാഞ്ചസ്റ്റർ സിറ്റി. 2023 ഫിഫ ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പ് നേടിയ ടീം മാഞ്ചസ്റ്റർ സിറ്റിയാണ്. ഇറച്ചിക്കായി നായ്ക്കളെ വളർത്തുന്നതും വിൽക്കുന്നതും കശാപ്പ് ചെയ്യുന്നതും നിരോധിച്ച രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയ. ഇറച്ചിക്കായി നായ്ക്കളെ വളർത്തുന്നതും വിൽക്കുന്നതും കശാപ്പ് ചെയ്യുന്നതുമൊക്കെ നിരോധിച്ച രാജ്യം ദക്ഷിണ കൊറിയയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി താരം ആരാണ്? സഞ്ജു സാംസൺ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി സഞ്ജു സാംസണാണ്. CISFൻ്റെ ഡയറക്ടർ ജനറലായ ആദ്യ വനിതയാരാണ്? നീന സിംഗ്. CISFൻ്റെ ഡയറക്ടർ ജനറലായ ആദ്യ വനിത നീന സിംഗ് ആണ്. പെൺകുട്ടികൾക്കായുള്ള രാജ്യത്തെ ആദ്യ സൈനിക സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? മധുര. ഉത്തർപ്രദേശിലെ മധുരയാണിത്. പെൺകുട്ടികൾക്കായുള്ള രാജ്യത്തെ ആദ്യ സൈനിക സ്കൂൾ ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മധുരയിലാണ്. ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം നേടിയ സംസ്ഥാനം ഏതാണ്? കേരളം. ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം നേടിയ സംസ്ഥാനം കേരളമാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ സ്വീകരിക്കാനായി പ്രജപാലന പരിപാടി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാന. ജനങ്ങളുടെ ആവശ്യങ്ങൾ സ്വീകരിക്കാനായി പ്രജപാലന പരിപാടി ആരംഭിച്ച സംസ്ഥാനം തെലങ്കാനയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖയേന്തുന്ന ഇന്ത്യൻ താരം ആരാണ്? അഭിനവ് ബിന്ദ്ര. 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖയേന്തുന്ന ഇന്ത്യൻ താരം അഭിനവ് ബിന്ദ്രയാണ്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? ജയ് ഷാ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ് ഷായാണ്. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന 18ാമത്തെ വന്യജീവി സങ്കേതം ഏതാണ്? തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന 18ാമത്തെ വന്യജീവി സങ്കേതം തന്തൈ പെരിയാർ വന്യജീവി സങ്കേതമാണ്. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം എത്ര രൂപയുടെ നാണയമാണ്? 75 രൂപ നാണയം. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയത് 75 രൂപ നാണയമാണ്. അടുത്തിടെ പടിഞ്ഞാറൻ ഐസ്ലാൻഡിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ്? സിലിംഗർ ഫെൽ. അടുത്തിടെ പടിഞ്ഞാറൻ ഐസ്ലാൻഡിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം സിലിംഗർ ഫെല്ലാണ്. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസായി നിയമിതയായതാരാണ്? ഋതു ബാഹരി. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസായി നിയമിതയായത് ഋതു ബാഹരിയാണ്. വിലക്കയറ്റത്തിൽ നിന്നും സാധാരണക്കാരെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ വിപണിയിലിറക്കിയ അരി ഏതാണ്? ഭാരത് അരി. ഈ ഭാരത് അരിയുടെ വില കിലോഗ്രാമിന് 29 രൂപയാണ്.
വിലക്കയറ്റത്തിൽ നിന്നും സാധാരണക്കാരെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ വിപണിയിൽ ഇറക്കിയ അരിയുടെ പേരെന്താണ്? ഭാരത് അരി. ഭാരത് അരിയുടെ കേരളത്തിലെ ആദ്യ വിൽപ്പന നടത്തിയത് തൃശ്ശൂർ ജില്ലയിലാണ്. കേരളത്തിൽ ഭാരത് അരിയുടെ ആദ്യ വിൽപ്പന നടത്തിയത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിൽ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ആദ്യമായി ഏക സിവിൽ കോഡ് അവതരിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ആദ്യമായി ഏക സിവിൽ കോഡ് അവതരിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ചരിത്രത്തിൽ ആദ്യമായി ഒരു വർഷം 5 പേർക്ക് ഭാരതരത്ന പുരസ്കാരം നൽകുന്നത് ഏത് വർഷമാണ്? 2024. 2024 5 പേർക്കാണ് ഭാരതരത്ന പുരസ്കാരം നൽകുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ സർവേ കപ്പൽ ഏതാണ്? INS സന്ധ്യക്. ഇന്ത്യയുടെ ആദ്യത്തെ സർവേ കപ്പൽ INS സന്ധ്യക് ആണ്. അയോധ്യയിൽ പുതുതായി സ്ഥാപിച്ച രാമക്ഷേത്രത്തിൻ്റെ മുഖ്യ ശില്പി ആരാണ്? ചന്ദ്രകാന്ത് സോംപുര. അയോധ്യയിൽ പുതുതായി സ്ഥാപിച്ച രാമക്ഷേത്രത്തിൻ്റെ മുഖ്യ ശില്പി ചന്ദ്രകാന്ത് സോംപുരയാണ്. അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയ രാംലല്ല വിഗ്രഹത്തിൻ്റെ മുഖ്യ ശില്പി ആരാണ്? അരുൺ യോഗിരാജ്. അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയ രാംലല്ല വിഗ്രഹത്തിൻ്റെ മുഖ്യ ശില്പി അരുൺ യോഗിരാജാണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ഉയരം എത്രയാണ്? 161 അടി. അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ഉയരം 161 അടിയാണ്. അയോധ്യ രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടതെന്നാണ്? 2020 ഓഗസ്റ്റ് 5-ന്. അയോധ്യ രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് 2020 ഓഗസ്റ്റ് 5-നാണ്. അയോധ്യ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? സരയൂ. അയോധ്യ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സരയൂ നദിയുടെ തീരത്താണ്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ ലയിച്ച് ഹയർ സെക്കൻഡറി എന്നാക്കി മാറ്റുന്നതിന് അടിസ്ഥാനമാക്കിയ റിപ്പോർട്ട് ഏതാണ്? ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്. ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും ലയിച്ച് ഹയർ സെക്കൻഡറി എന്ന ഒറ്റ വിഭാഗമാക്കി മാറ്റുന്നതിന് അടിസ്ഥാനമാക്കിയ റിപ്പോർട്ട് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടാണ്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച കേരളത്തിലെ നഗരം ഏതാണ്? കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച കേരളത്തിലെ നഗരം കോഴിക്കോടാണ്. 2023 GV രാജ പുരസ്കാരം നേടിയ M ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലോങ് ജമ്പ്. 2023 GV രാജ പുരസ്കാരം നേടിയ M ശ്രീശങ്കർ ലോങ് ജമ്പ് താരമാണ്. ലോകത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹുബ്ബള്ളി. കർണാടകയിലെ ഹുബ്ബള്ളി സ്റ്റേഷനിലാണ് ലോകത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം സ്ഥിതി ചെയ്യുന്നത്. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ്റെ പുതിയ പേരെന്താണ്? അമൃത് ഉദ്യാനം. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ്റെ പുതിയ പേര് അമൃത് ഉദ്യാനം എന്നാണ്. ആഭ്യന്തര കലാപം നടന്ന സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടത്തിയ രക്ഷാപ്രവർത്തനം ഏതാണ്? ഓപ്പറേഷൻ കാവേരി. ആഭ്യന്തര കലാപം നടന്ന സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടത്തിയ രക്ഷാപ്രവർത്തനം ആണ് ഓപ്പറേഷൻ കാവേരി. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത തീയതി ഏതാണ്? 2023 ഓഗസ്റ്റ് 23. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത തീയതി 2023 ഓഗസ്റ്റ് 23 ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമായ ആദിത്യ L1ൻ്റെ ഭാരം എത്രയാണ്? 1480.7 കിലോഗ്രാം. ആദിത്യ L1ൻ്റെ ഭാരം 1480.7 കിലോഗ്രാമാണ്. ഇന്ത്യയിൽ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ബസ്സുകൾ സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ബസ്സുകൾ സർവീസ് ആരംഭിച്ചത് ന്യൂഡൽഹിയിലാണ്. 2023 ഷാങ്ഹായി സഹകരണ സംഘടനയുടെ ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഇന്ത്യ. 2023 ഷാങ്ഹായി സഹകരണ സംഘടനയുടെ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യയാണ്. 2023 ഗണിതശാസ്ത്രത്തിലെ നോബൽ സമ്മാനമായി അറിയപ്പെടുന്ന ആബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ലൂയിസ് കാഫറെല്ലി. 2023 ഗണിതശാസ്ത്രത്തിലെ നോബൽ സമ്മാനമായി അറിയപ്പെടുന്ന ആബേൽ പുരസ്കാരം ലഭിച്ചത് ലൂയിസ് കാഫറെല്ലിക്കാണ്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അല്ലു അർജുൻ.
69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് അല്ലു അർജുനാണ്. ഇന്ത്യൻ എയർഫോഴ്സ് പരീക്ഷിച്ച ഭൂതല വ്യോമ മിസൈൽ ഏതാണ്? സ്പൈഡർ. ഇന്ത്യൻ എയർഫോഴ്സ് പരീക്ഷിച്ച ഭൂതല വ്യോമ മിസൈലാണ് സ്പൈഡർ. ദേശീയ ജാവലിൻ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഏത് ദിവസമാണ്? ഓഗസ്റ്റ് 7. ദേശീയ ജാവലിൻ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഓഗസ്റ്റ് 7-നാണ്. ടോക്കിയോ ഒളിമ്പിക്സ് ദീപത്തിൻ്റെ ഇന്ധനം എന്തായിരുന്നു? ഹൈഡ്രജൻ. ടോക്കിയോ ഒളിമ്പിക്സ് ദീപത്തിൻ്റെ ഇന്ധനം ഹൈഡ്രജനാണ്. ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ഫംഗസ് രോഗം സ്ഥിരീകരിച്ച നഗരം ഏതാണ്? ഇൻഡോർ. ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ഫംഗസ് രോഗം സ്ഥിരീകരിച്ച നഗരം ഇൻഡോറാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.